കഴിഞ്ഞ ദിവസം ഞാൻ റോസ് പ്ലാന്റ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ഞാൻ ഈ കട്ടിങ്സ് കൊടുക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ട് കേട്ടോ അവസരം, ഞാൻ എന്തായാലും പറയാവേ. എന്തായാലും രാവിലെ തന്നെ ഞാൻ ആ റോസ് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റി വെച്ച്. അതുമാത്രമല്ല, ഇതിപ്പം വെയിൽ തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി വെള്ളം നനച്ച് കൊടുത്തില്ലെങ്കിലേ, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, രാസവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇനി പതുക്കെ കട്ട് ചെയ്ത് എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച്, പിന്നെ നമ്മുടെ ബഡ് റോസിനെയൊക്കെ ഒന്നും കൂടി ഒന്ന് പരിഗണിച്ച്, ബഡ് റോസൊക്കെ ഒന്ന് ഒരു ചെറിയ ഒരാഴ്ചത്തെ ശ്രദ്ധക്കുറവ് വന്നതാണേ. ഇത് കണ്ടോ, ഇതുപോലെ ഇലയില്ലാതെ തണ്ട് മാത്രമായിട്ടിരിക്കുന്ന ഇതാ ഈ വില്ലന്മാരാട്ടോ ഇതിൻ്റെ അകത്ത് ഉത്തരവാദികൾ. ഒരു ചെറിയ നോട്ടത്തിൻ്റെ പ്രശ്നമൊന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം ഒരുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ചെടിയിലൊന്നും പോയി നോക്കാൻ പറ്റും? ആ നേരം കൊണ്ട് ഇവന്മാർ കയറി കൂടി എൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗം ഇല തിന്നു തീർത്തു. അതുമാത്രമല്ല, അടഞ്ഞ മഴ അങ്ങ് പെയ്തു കഴിഞ്ഞാൽ സൈഡിൽ വെച്ചിരുന്നാൽ പോലും ഉണ്ടല്ലോ, ബഡ് റോസയുടെ ഇലയെല്ലാം പൊഴിയും. അതൊരു പനിയാണെന്നാണ് പറയുന്നത്. എന്തായാലും പതുക്കെ ജീവൻ വെച്ച് ഇനി പോന്നോളും. കാരണം കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും അങ്ങനത്തെ എല്ലാം ഇട്ട് കൊടുത്ത് ഇനി അവനെ ഒന്ന് ജീവനാക്കിക്കൊണ്ട് വന്നിട്ട് വേണം ആ ബഡ് റോസിനൊക്കെ രാസവളം ചെയ്ത് കൊടുക്കാൻ. എന്തായാലും ഞാൻ ബഡ് റോസ് അല്ലാതെ നാടൻ റോസാണ് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നത്. അതിനെല്ലാം ഞാൻ എല്ലുപൊടിയും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇന്നലെ കണ്ടില്ലായിരുന്നു, മാറ്റി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് അതിനൊപ്പം തന്നെ DAPയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞു, കട്ട് ചെയ്യുന്ന കത്രികയുടെ എന്തെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ എന്തായാലും രാവിലെ അത്യാവശ്യം നല്ലപോലെ, ഞാൻ പറഞ്ഞില്ലായിരുന്നു കാടുണ്ടായിരുന്നു, ആ കാടെല്ലാം ഒന്ന് പറിച്ച് മാറ്റി വെച്ചിട്ട് വേണം ഇനി ഈ ചെടീനെ ഒന്ന് യഥാസ്ഥലത്ത് വെക്കണേ. കാരണം റോസാണല്ലോ, റോസായ സ്ഥിതിക്ക് റോസിൻ്റെ അടുത്തൂടെ ഒന്ന് പോകുമ്പോൾ തന്നെ ആവശ്യത്തിലേറെ കുത്ത് കിട്ടും. കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷേ ഇവൻ്റെ കുത്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പം തന്നെയാണ് കേട്ടോ. എന്തായാലും പനിക്കൂർക്കയും തുളസിയും എല്ലാത്തിനും ഞാനൊരു മൂലയെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം ഈ പക്ഷികൾക്ക് ഇടയ്ക്ക് കൊടുക്കാൻ, ഞാൻ പനിക്കൂർക്ക കൊടുക്കാറില്ലായിരുന്നു, തുളസി മാത്രമേ കൊടുക്കാറില്ലായിരുന്നു. അപ്പോഴാണ് എന്നോട് പറയുന്നത് പനിക്കൂർക്ക കൊടുത്തു കഴിഞ്ഞാലും നല്ലതാ കിളികൾക്കെന്നാ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, അവർക്ക് അതിൻ്റെ ഇനി കുറവ് വേണ്ടാന്ന് ഓർത്ത് അതും അങ്ങ് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാമല്ലോ. റോസ് പ്ലാന്റിനെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് മാസത്തിൽ 3 പേർക്ക് 4 റോസ് പ്ലാന്റിൻ്റെ 2 കമ്പ് വെച്ചിട്ട് 8 കമ്പ് അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഓരോ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശവും അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിനൊപ്പം തന്നെ ഓരോ പ്രാവശ്യത്തിൽ നിന്നും നല്ല ടോപ്പ് കമൻറ്റിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അങ്ങനെ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് 3 പേരൊക്കെ കൃത്യമായിട്ട് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. എന്നാൽ പിന്നെ അങ്ങനെയാട്ടെ. അപ്പം ശരി, പിന്നെ കാണാം.